ഈ GK കൃഷ്ണന്റെയും ഖാദർ സാഹിബിന്റെയും കൈകൾ തമ്മിൽ ചേർത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. ഈ വേഷമിട്ടുകൊണ്ട് പറയാൻ പാടില്ല, എങ്കിലും പറയുകയാണ്. പൂമനം സംഭവത്തിൽ പോലീസിന്റെ നിലപാട് എനിക്കറിയാം. പൂമനം സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ അയാൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവം തന്നെ അവിടെ ഉണ്ടാകില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനോ സൂചിപ്പിക്കാനോ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതെ സർ, എനിക്കും സംശയമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അയാൾ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയൂ സർ. അതുകൊണ്ട് അവിടെ ഒരു അഴിച്ചുപണി നടത്തിയ താൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ മറ്റൊരാളെ പോസ്റ്റ് ചെയ്യണം സാർ. സാറ് സമ്മതിക്കുമെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം. നീതി നിഷേധിക്കുന്നവന്റെ നട്ടല്ലടിച്ച് കലക്കാനും ആ കയ്യിൽ നിയമത്തിന്റെ വിലങ്ങിട്ട് പൂട്ടാനും നെഞ്ചുറപ്പുള്ള ഒരുത്തൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. വൺ മിസ്റ്റർ അമർനാഥ്. പെട്ടിമാർത്താണ്ടിന് ഇവിടെ എന്താ കാര്യം? അതൊന്നും ശരിയാവില്ല മാർത്തണ്ട, ശരിയാവൂല. ഇവിടെ ഇപ്പൊ വീട്ടുകാരും കൃഷിക്കാരും ഒക്കെ നോക്കി നാട്ടുകാരോട് ഉള്ളതില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സുഖമുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ തയ്യാറല്ല. നീ ചെന്ന് പറഞ്ഞേക്ക്. ആത്മാർത്ഥ സുഹൃത്താണ്, ഒപ്പം കളിച്ചു വളർന്നവരാണ്. ഞാൻ പറഞ്ഞാൽ എന്തു അനുസരിക്കും എന്നൊക്കെ മന്ത്രി എടുത്തും DYSP എടുത്തും വീരവാദം മുഴക്കിട്ട് വന്ന് ഞാനിപ്പോ വിഡ്ഢിയായി. അതെ, ആണും പണ്ടും കിട്ടവന്റെ മുമ്പിൽ നട്ടലും വളച്ചിരുന്നു നക്കാപ്പിച്ച കാശിന് ജോലി ചെയ്യാൻ എന്നെ കിട്ടില്ല. ഇനിയിപ്പോ ദൈവം തമ്പരാ വന്ന് പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനം മാറ്റാനും പോകുന്നില്ല. കാപ്പിടിക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയവനാ ഞാൻ. എന്തുകൊണ്ടാണെന്നോ, ഇട്ടിരുന്ന യൂണിഫോമിനോട് നീതി കാണിച്ചത് കൊണ്ടും ഈ മനുഷ്യന്റെ മകനായി ജനിച്ചു പോയതുകൊണ്ടും. ആ ഓർമ്മ നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയില്ലായിരുന്നു. DYSP മാധവൻ സാറിന്റെ പേര് കേട്ടാ കോരി തെരിക്കുന്നവരാ ഞങ്ങളൊക്കെ. ആ വലിയ മനുഷ്യന്റെ ധീരതയും കർത്തവ്യബോധവും ഈ മകനും ഉണ്ടാവുമെന്ന് കരുതി. അതാ എനിക്ക് പറ്റിയ തെറ്റ്. അമ്മേ, അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടിട്ട് അമ്മ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മോനെ, എന്ത് തീരുമാനിച്ചു? എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലമ്മേ. എന്റെ മോനൊരു തീരുമാനം എടുക്കണം. മാർത്താണ്ഡൻ എന്നോടും പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കണ്ണു നിറഞ്ഞുപോയി. ഇതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ലമ്മേ. അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ അപ്പ കാണാൻ പറഞ്ഞു വിട്ടവന്റെയൊക്കെ സ്വഭാവം മാറുന്നത് ഞാനിത് എത്ര കണ്ടതാ. എന്റെ മോൻ അതൊന്നും ഇപ്പൊ ഓർക്കണ്ട. 8-9 പേരാ അവിടെ മരിച്ചത്. അത് ചെയ്തവര് രക്ഷപ്പെടാൻ പാടില്ല. കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കണം. എന്റെ മോൻ അതിന് കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അമ്മ കാര്യമായിട്ടായി പറയുന്നത്. കുറെ പാവം മനുഷ്യർക്ക് നീതി നേടിക്കൊടുക്കാനല്ലേ നിന്നെ വിളിക്കുന്നത്. ഒന്നുമല്ലെങ്കിലും നാടിനു വേണ്ടി പൊരുതി മരിച്ചൊരു അച്ഛന്റെ മകനല്ലേ നീ? മോനെ, 9 വർഷമേ ഞാൻ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. മരിക്കുമ്പോഴും ആ ശരീരത്ത് കാക്കയുണ്ടായിരുന്നു. നീ ആ വേഷമിടുമ്പോ ആളുകൾ അംഗീകരിക്കുമ്പോ വെറുതെ ആയി പോകരുത് എന്റെ മോന്റെ ജന്മം. എന്റെ മോൻ പോണം, അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല. ശരിയമ്മേ, ഞാൻ പോവാം. ഗുഡ് മോർണിംഗ് ഒന്നും പറയണ്ട. ഇപ്പൊ തന്നെ 25 മിനിറ്റ് ലേറ്റ് ആണ്. വണ്ടി എടുക്ക്. ആ, ഇങ്ങോട്ട് ഇറങ്ങണം. എന്താ നോക്കുന്നത്? പറഞ്ഞു മനസ്സിലായില്ലേ? ആഭ്യന്തരമന്ത്രിയുടെ പെങ്ങളാ. അതുകൊണ്ട് കോളേജിൽ പോയി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വണ്ടിയിൽ ലേറ്റാ. അതുകൊണ്ടാ. സ്ഥിരമായിട്ട് ഈ സാറാണോ തന്നെ കോളേജിൽ കൊണ്ട് വിടാറ്? അതെ. എനിക്ക് പോണം. തന്നോടല്ലേടോ പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങാൻ.
മന്ത്രിയുടെ പെങ്ങളെ കോളേജിൽ കൊണ്ടുവിടാനുള്ള നല്ല പോലീസ് ജീപ്പ്. അവളെ കോളേജിൽ കൊണ്ടാക്കാനുള്ളവനല്ല പോലീസുകാരൻ. മനസ്സിലായോ? മേലാൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. ഏതായാള്? പുതിയ സർക്കിളാ. പെശക്. പിന്നെ പെശക് എന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത്. മനസ്സിലായ കാണായിരുന്നു കൈ വലിച്ച് സല്യൂട്ട് ചെയ്യുന്നത്. കൈവലിച്ച് സല്യൂട്ടല്ല, കരണക്കുറ്റിക്ക് കിട്ടാത്തത് ഭാഗ്യം. എന്താ പറഞ്ഞത്? ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? എവിടെ പറഞ്ഞു? തോന്നിയായിരിക്കും. വണ്ടി എടുക്കണോ? എന്താ അറിയോളൂ? അറിയാം. ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുമ്പേ അറിയാം. ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയറായിട്ടുണ്ടായിരുന്നു. ഇല്ല, സാറിന് എന്നെ ഓർമ്മ കാണില്ല, പക്ഷെ എനിക്ക് സാറിന് നല്ല ഓർമ്മയുണ്ട്. ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചുവരുകളെ പോലും പിടിച്ചു കുലുക്കിയ ശബ്ദമല്ലേ ഇത്. പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി എന്ന സാറ് കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാനാ. നല്ല ബെസ്റ്റ് പ്രേമലേഖനം. തന്റെ അച്ഛനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും നിയമപാലകന്റെ കുപ്പായമണിഞ്ഞ് അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ, അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം. ഇവിടെ പോലീസും ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനാ? ആ പേരുദോഷം ഒന്ന് മാറ്റിയെടുക്കണം. അതിന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് തന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്. സാറിനെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഡിപ്പാർട്ട്മെന്റിൽ ചങ്കൂറ്റുള്ള ആമ്പിള്ളേരാരും ഇല്ലേ? ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കാവില്ല. ബട്ട് അതിനാണ് അതിനുള്ള ഉത്തരം. ഒന്നും പറയാനും പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റമില്ലായ്മ. എല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാക്ക് ബട്ട്. അമർനാഥ്, മന്ത്രിമാരും മനുഷ്യരാണ്. അയ്യോ, അല്ലെന്നാര് പറഞ്ഞു? 8 വയസ്സുള്ളപ്പോൾ ഒരു മന്ത്രിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നക്സലൈറ്റുകളായ 3 കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛനെ ജീവനോടെ ചുട്ടുകരിച്ചപ്പോൾ വികൃതമായ മൃതദേഹത്തിൽ റീത്ത് വയ്ക്കാൻ വന്നത് ഒരു മന്ത്രിയാണ്. പിന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രമെടുത്ത് നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും 5000 ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രിയാണ്. 5000 രൂപ തിരിച്ചു കൊടുത്ത അത് വേറെ കാര്യം. പക്ഷേ മന്ത്രി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികൾ എന്ന ലേബലിൽ മാലയിട്ട് സ്വീകരിക്കുന്ന അതേ മന്ത്രിയെ കണ്ടപ്പോഴാണ്. ആ പട്ടികയിൽ എന്നെ പെടുത്തരുത് അമർനാഥ്. ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്, പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ്. അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം. നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ? ഇതൊരു ചലഞ്ചാണ്. യു ക്യാരി ഓൺ. കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത്. തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാനുണ്ടാവും. സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം. ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചിട്ട് കൊണ്ടുവരണം. ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും വിശ്വസിക്കാം.